വിഡ്ഢികളാക്കി മാറ്റാൻ ചില പരമവിഡ്ഢികൾ ഉണ്ടാക്കിയ ചില ഏർപ്പാടുകൾ. ചോദ്യം എന്ത്? ബുറാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അയാളുടെ കാലിൽ എത്ര ബെരലുണ്ടായി ബുറാക്കിന്റെ വാനത്തിൽ? പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഖദീജ ബീബി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ അധികമായിട്ടൊന്നും സംസാരിക്കാറില്ല. കാരണം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഉദ്ദേശം തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതിൽ പറയുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഹനീഫ് നിസാമി ഉസ്താദിൻ്റെ ഒരു വയറിൽ എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. ഹനീഫ് നിസാമി ഉസ്താദിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നല്ല രീതിയിലാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. മാത്രമല്ല നല്ല ഒരു ഫണ്ണി ടൈപ്പിലും സംസാരങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹനീഫ് നിസാമി ഉസ്താദിൻ്റെ ഒരു ക്ലിപ്പ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്വിസുമായിട്ട് സംബന്ധിച്ചിട്ടാണ്. ഈ മീലാദൊക്കെ വരുന്ന സമയത്ത് ഉസ്താദന്മാർക്ക് അന്ന് ഉറക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫാമിലിയിൽപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ആ ജമാഅത്തിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ജമാഅത്തിലുള്ളതായ ആൾക്കാരോ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉസ്താദന്മാർക്ക് ഈ ക്വിസിന് ഇങ്ങനെ അയച്ചു കൊടുക്കും. ഈ മെയിനായിട്ട് ഈ ക്വിസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാർ ഈ വീട്ടിലിരുന്ന് കൊണ്ട് കിതാബുകൾ അല്ലെങ്കിൽ ഈ ക്വിസിൻ്റെ ബുക്കുകളൊക്കെ ഇപ്പോൾ ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടുന്ന സമയമാണ്. ഓക്കെ, അതൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിളിൽ തന്നെ ധാരാളമായിട്ട് ഇസ്ലാമിക് ക്വിസൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനൊക്കെ ഒരു പ്രൈസ് വെച്ചിട്ടോ അല്ലെങ്കിൽ സമ്മാനം വെച്ചിട്ടോ ഒരു ക്വിസിൻ്റെ ഒരു കോമ്പറ്റീഷൻ വെക്കും. അതിൽ ഇത്ര ചോദ്യങ്ങളാണ് ഉണ്ടാകുന്നത്, അതിന് മറുപടി ഇത്ര മണിക്കൂറിനകം തന്നെ നമുക്ക് വാട്സപ്പ് ചെയ്താൽ ഇന്ന പ്രൈസാണ് കിട്ടുന്നത് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വെച്ച് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ക്വിസിന് ഇങ്ങനെ ഇറക്കും. അതായത് ഇസ്ലാമിക് ക്വിസിന് ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് അതിൽപ്പെട്ട ചില ക്വിസിന് ആൻസറൊക്കെ ഉസ്താദന്മാർക്ക് കിട്ടുന്നില്ല എന്ന ഒരു വിഷയം കൂടി അവർ വരും. അപ്പോൾ ഈ വിഷയം വരുമ്പോൾ ആ ഉസ്താദിനെ തലം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുകയും അതേപോലെ ആ ഉസ്താദിനൊന്നും തന്നെ അറിയില്ല, പെട്ടെന്ന് തന്നെ ഉസ്താദ് അതിന് ആൻസർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉസ്താദിനൊന്നും തന്നെ അറിയില്ല. അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പറ്റിയിട്ടാണ് ഹനീഫ് നിസാമി ഉസ്താദ് വളരെ വിശദീകരണമായിട്ട് നല്ല രീതിയിൽ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ പ്രഭാഷണമായിട്ട് ഇറക്കിയിട്ടുള്ളത്. ആ ഒരു സംസാരം എനിക്ക് കേട്ടപ്പോൾ ഇത് നമ്മുടെ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വിഷയം എല്ലാവരിലേക്കും എത്തിച്ചേരണം. ഇത് ഒരു ഉസ്താദന്മാരെ കുറ്റപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ഉസ്താദന്മാരെ താഴ്ത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഇനി മുതൽ ഉണ്ടാവാൻ പാടില്ല എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു വീഡിയോ എല്ലാ ജനങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇതുവരെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ അകത്ത് മാത്രമാണ് ഞാൻ പറയാറുള്ളത്. ഓക്കെ, വീഡിയോ ഷെയർ ചെയ്യുക എന്ന്, അല്ലെങ്കിൽ ഞാൻ വീഡിയോൻ്റെ അകത്ത് ഒരിക്കലും ഞാൻ ഷെയർ ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഏതായാലും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഒരാളെടുത്ത് വന്നിട്ട് ഇത് എന്താണ് ഈ ചോദ്യത്തിൻ്റെ മറുപടി എന്താണ് ഉസ്താദ്, ഉസ്താദ് അവിടെ പെട്ടെന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഉസ്താദിനൊന്നും അറിയില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. വലിയ വലിയ ആലിമായിട്ട് അല്ലെങ്കിൽ മുദരിസായിട്ട് സേവനം ചെയ്ത ആൾക്കാരോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉസ്താദന്മാരോടാണ് ഇവർ ഈ ചോദ്യം ചോദിച്ച് ആ ഉസ്താദ് പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അയാൾക്കൊന്നും തന്നെ അറിയില്ല, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംസാരങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതൊക്കെ അധികമായിട്ട് കാണാൻ കഴിയുന്നത് മീലാദിൻ്റെ ആ ഒരു സമയത്താണ് ഈ ക്വിസുമായിട്ട് അധികമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഞാൻ ആദ്യം നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പ് നമുക്ക് കണ്ടു നോക്കാം. ഏകദേശം 8 മിനിറ്റോളം ഉണ്ട്. ഞാൻ അത്ര ഒന്നും കാണിക്കുന്നില്ല. ഒരു 5 മിനിറ്റോളം നമുക്ക് അല്ലെങ്കിൽ സ്പീഡ് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണം ഈ ഒരു വീഡിയോ. വാട്സപ്പിൽ കുറെ ചോദ്യം വരുന്നു. ഈ എന്ത് ക്വിസിന്റെ ചോദ്യം മനസ്സിലായിട്ട എന്തല്ലോ ചോദ്യം. വലിയ വലിയ ഉസ്താദുമാരുടെ മുമ്പിലെല്ലാം വലിയ വലിയ ആലിമീങ്ങളെയെല്ലാം പൊതുജനങ്ങളെ മുമ്പിൽ ഒന്നും തിരിയാത്ത വിഡ്ഢികളാക്കി മാറ്റാൻ ചില പരമവിഡ്ഢികൾ ഉണ്ടാക്കിയ ചില ഏർപ്പാടുകൾ. ചോദ്യം എന്ത്? ബുറാക്ക് ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോ അയാളുടെ കാലിൽ എത്ര ബെരലുണ്ടായി ബുറാക്കിന്റെ വാനത്തിൽ? പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ കല്യാണം കഴിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ തലയിൽ നരച്ച മുടി എത്ര? മൂന്നാമത്തെ ചോദ്യം, മദീനത്തെ പള്ളിയുടെ ആ സൈഡ് ഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലെ മൂന്നാമത്തെ വാതിലിന് അടിച്ച ആണി എത്ര? ഇതെല്ലാം നോക്കാൻ പോലെ ഇളവണി. ഇനിയിപ്പോൾ ആൻസർ കൊടുക്കണോ? ആൻസർ കൊടുത്തില്ലെങ്കിൽ ഉസ്താദ് 8:30 മണിക്ക് മുന്നേ വാട്സപ്പിൽ ഉസ്താദ് 8:30 മണിക്ക് മുന്നേ ആൻസർ ഉസ്താദ് ഇത് ആൻസർ ചൊന്നെങ്കിൽ നാളത്തെ ബുക്ക് നക്ക് സമ്മാന അപ്പോൾ ഉസ്താദ് ആൻസർ ചൊല്ലറും. മദീനത്തെ പള്ളിന്റെ ഡോറിന്റെ ബിജാക്കറി ഇയാൾ കണ്ട് അല്ല ബുറാക്കെന്ന മൃഗത്തിന്റെ ഉഗ്രത്തിന് ഇയാൾ നോക്കിനെ.
ഏതോ ഒരു കിതാബിൽ എവിടെ ഉണ്ടോ ഈ ചങ്ങായി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന മനുഷ്യന് വല്ല പണിയൊന്നുമില്ല. ഏതോ ബുക്ക് എടുക്കുക, ഇപ്പോ നെറ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ PDF കാണും. ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ട് അതിന്റെ ആൻസർ അവിടെ തന്നെ ഉണ്ടാവും. അതിനെ മെല്ലെ കട്ടാക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് സൈഡിൽ വെച്ചിട്ട് പിന്നെ വന്നോർക്കല്ലീനെ കൊടുത്തിട്ടാകുമ്പോ അയാളെ സലാമത്തായി. ഇവിടെ വിഡ്ഢികളായതാര്? ഈ വലിയ ആലിമീങ്ങൾ. കാലങ്ങളാർ അല്ലാഹുവിന് വേണ്ടി ദർസ് നടത്തുന്ന ആലിമീങ്ങൾ. സത്യത്തിൽ അവർക്ക് ഉത്തരം അറിയാഞ്ഞിട്ടല്ല, ഒരു സുപ്രഭാതത്തിൽ അത് കിട്ടാതെ പോയി. അത് തെറ്റല്ല. അവർക്കുള്ള വലിയൊരു മതിപ്പ് ജനങ്ങളുടെ ഇടയിൽ ഇല്ലാണ്ടാക്കുന്ന ഈ ഒരു പ്രഹസനം, ഇത് കുറച്ച് കൺട്രോളാണ്. ഞാൻ എന്നെ പാടേ എതിർക്കുന്നതല്ല. ക്വിസ് മത്സരം ഉണ്ടാക്കി എന്തെല്ലാം ചോദ്യം. മുഞ്ഞാന്ന് ഒരാൾ എന്നോട് വിളിച്ചിരിക്കുന്നു, ഉസ്താദ് ഈ അജ്റുൽ അസ്വദ് കല്ലുണ്ടല്ലോ ഉസ്താദ്, ഉണ്ടോ? അതിൻ്റെ ഉള്ളിലുണ്ടോ? അല്ല ഉസ്താദ് അതിൻ്റെ ഉള്ളിൽ അത് കണ്ട പീസായിട്ടെല്ലാം ഇപ്പൊ വെച്ചിനല്ലേ. അജ്റുൽ അസ്വദ് കല്ലിനെ ഒരു യുദ്ധത്തിൽ പൊടിയാക്കപ്പെട്ടുവല്ലോ. ഇറാനുകാരുമായിട്ട് അവിടെ ഏറ്റുമുട്ടലുണ്ടായി. ആ കല്ലുകൾ തകർക്കപ്പെട്ടു. പിന്നീട് അതിനെ കാലങ്ങൾക്ക് ശേഷം അതിനെ വീണ്ടെടുത്തു. അവർ നല്ല മേങ്ങി പിടിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചു. വലിയ ചരിത്രമാണത്. അപ്പൊ ഉസ്താദ് അതിൽ ഇത്ര കഷ്ണം ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ ഉസ്താദ് ഒരു കഷ്ണം എത്ര ഗ്രാം ആവും? അതിൻ്റെ ഉള്ളിൽ വെച്ച് ഈയം കൊണ്ടുണ്ടാക്കിയ കൂട്ടിൻ്റെ ഉള്ളിൽ വെക്കപ്പെട്ട അജ്റുൽ അസ്വദിന്റെ വ്യത്യസ്ത കഷ്ണങ്ങൾ ഇത്ര ഉണ്ടത് കണക്കുണ്ട് കിതാബില്. ഉസ്താദ് അപ്പൊ ഒരു കഷ്ണം എത്ര ഗ്രാം? എന്തൊരു ചക്കര അത്? ഓന്റെ ചോദ്യം. അല്ല, ഏത് വലിയ അറിയുന്നവർ പോലും പെട്ടെന്ന് അതിന്റെ ആൻസർ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് അറിയില്ല എന്നാണോ? ജമ്മുൽ ജവാമിയില് കാണാ, വലിയ കിതാബാണ്. ഓക്കെ, ഏതായാലും ഈ ഒരു വയത് പൂർണ്ണമായിട്ട് ഞാനിവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. മീലാദിൻ്റെ സമയവും അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീഷനൊക്കെ വെക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അധികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എൻ്റെ അനുഭവത്തിൽ തന്നെ പല ആൾക്കാരും പല ഉസ്താദന്മാരെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ വിഷയമാണ്. ഓക്കെ, ഏതായാലും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങളോട് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്, ഈ കാര്യം പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, ശരിയാണോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു വീഡിയോയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നതായ സകലമാന പാപങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കട്ടെ. റമദാൻ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നമ്മുടെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ നീ വിട്ടുപുറത്ത് മാഫ് നൽകണേ അല്ലാഹ്. റമദാൻ മാസത്തിൽ എല്ലാ നോമ്പിനെയും ശരിക്കും അനുഷ്ഠിക്കാനും അതേപോലെ ഇഖ്ലാസോടുകൂടിയുള്ള ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.